ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എന്താ അറിയോ? കേരള സ്റ്റോറി 2 ഇറങ്ങിയതാ. അറിഞ്ഞില്ല ഞങ്ങളെ? അതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ വമ്പ സംഭവമായി. സംഖ്യകൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. എന്താണ് കാരണം എന്നറിയോ? അതിലൊരു പാവം പെണ്ണിനെ, അതും ഹിന്ദുവായ ഒരു സംഖ്യപ്പെണ്ണിനെ മുസ്ലിങ്ങൾ വട്ടളഞ്ഞ് എന്താ പറയുക, കയ്യും കാലൊക്കെ കൂട്ടിപ്പിടിച്ച് ബീഫ് അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. കഴിക്കുകയെന്ന്. കാരണം നമ്മൾ തന്നെ നേരം വെളുത്ത് നീച്ച ഈ കേരളത്തിൽ എത്രങ്ങാനും ഒരു ന്യൂസാണ് ഇങ്ങനത്തെ കേൾക്കണത്. എത്രങ്ങാനും കേസുണ്ട് നമ്മുടെ സ്റ്റേഷനിൽ കൂടെയൊക്കെ. ഈ മറ്റേ എന്താ പറയുക, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെ നിരന്തരമായി ദ്രോഹിച്ചും കൊണ്ടുള്ള ഇഷ്ടം പോലെ കേസുകൾ നമ്മുടെ നാട്ടിലിങ്ങനെ നിലനിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ ഒരു കേരള സ്റ്റോറി 2 ഒരു അത്ഭുതമല്ല. സംഘികൾക്ക് ആകെ വേണ്ടത് എന്താ അറിയോ? UP-യിലത്തെ ഒക്കെ മാതിരിയുള്ള ഒരു ലൈഫാണ് ഓല ആഗ്രഹിക്കുന്നത്. എങ്ങനെ 300 രൂപ സമ്മാനമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരസ്യം ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ ഓല് 1600 ചെയ്യും. മനസ്സിലായോ? എന്നാൽ ഈ 1600 കൂടിയാണ് കൊടുക്കുക എന്നുള്ളതല്ല. കണ്ടിട്ടില്ലേ മറ്റേ യോഗിയുടെ വലിയൊരു ചെക്കിന്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് 300 രൂപ കൊടുക്കണത്? ആ ഐറ്റം പരിപാടിയൊക്കെ ഉള്ളൂ ഇവർക്ക് നടക്കുക. അതായത് നമ്മൾ എന്ത് പറഞ്ഞിട്ടോ അതിന്റെ പുറകെ പോയിട്ടോ കാര്യമല്ല. പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വർഗവും അല്ല ഇവരെ. കാരണം അതിനുള്ള ബുദ്ധിയുള്ളൂ പറ്റക്ക്. എനിക്കൊരു പിടുത്തമല്ല ഇവറ്റ് ഇതിൽ വന്നിട്ട് ഇങ്ങനെ ആകുകയാണോ അതോ ഇങ്ങനത്തത് മാത്രം ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണോ, ഒരു പിടുത്തമല്ല. ഇപ്പൊ കേന്ദ്രമന്ത്രി മറ്റേ ഇതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ അറിയോ? ഒരു മനുഷ്യനിക്ക് പടം കാണാനും പടം കാണാതിരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് മുഖ്യമന്ത്രി കാണണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കാണാതിരിക്കൂല. മുഖ്യമന്ത്രി എങ്ങനെയാ പറയാന്നുള്ളത്. എന്നാൽ ഇവരെ എംബ്രാം എന്നുള്ള സിനിമ വന്നപ്പോൾ അലമുറയിട്ട് കരയായിരുന്നു. എന്തിന്? അതിൽ എന്തൊക്കെയുണ്ട്? മറ്റേ ആരോ വളിയിട്ടപ്പോ അത് പശുവിന്റെ സൗണ്ട് മാതിരി തോന്നി, അതിന് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവരെ ന്യായീകരണം. ഇവരാണ് ഇത്ര വലിയ വർഗീയത ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് കണ്ണടച്ചിട്ട് മറ്റേ ഇരുട്ടാക്കുന്നത്. ഇതൊക്കെ എന്താ അറിയോ സംഭവം? ഇലക്ഷൻ അല്ലേ വരുന്നത്. അപ്പൊ എങ്ങനെ ഇവർക്ക് വർഗീയത കൊണ്ടല്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയൂല. അതാണ് ഈ സംഘികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നും അംഗീകരിക്കൂല. ഇപ്പൊ ഈ സമൂഹം മുഴുവൻ പറയാണ് ഇപ്പൊ പകലാണ് എന്നുള്ളത്. ഒരു സംഘി പറയാണ് ഇപ്പൊ രാത്രിയാണ് എന്നുള്ളത്. അംഗീകരിച്ചാണ് കൊടുക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ പോലെ അതിന്റെ വയ്യണ്ട്. അതാണ് ഈ സംഘികൾ. പറഞ്ഞിട്ടോ നന്നാക്കാനോ, സംഘിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നതിലും നല്ലത് മങ്കിയെ എന്തെങ്കിലും പഠിപ്പിച്ച് ഡോക്ടറോ കളക്ടറോ അങ്ങനെ എന്തെങ്കിലും ആക്കുക നല്ലത്. എന്നാലും അതായിരിക്കും എളുപ്പം. സംഗീതം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് നടക്കണ പരിപാടിയല്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. കണ്ടങ്ങളെ തീയിന്റെ കട്ടിയിൽ കൂടെയാണ് അപ്പൊ ആ മണ്ടണത്. ഇവലെ ഇപ്പൊ ചൈനയുടെ പിന്നാലെ മത്സരിച്ചാൻ വേണ്ടിയിട്ട് ചൈനയുടെ തൊട്ട് പുറകിലുണ്ടേന്ന് പുരോഗമനം കൊണ്ടേ ആരബല് ആലോചിച്ച് നോക്കണങ്ങള്. ഇപ്പോഴും ഇജാതി വിശ്വാസത്തിന്റെയും ഇജാതി കോപ്രായത്തിന്റെയും കൂടെയാണ് ഇവര്. കാക്കിട്ട പോലീസേര് വരെ ഇതാ കോലം. ഓല മന്ത്രിയുടെ കോലം അതിനൊക്കെ അപ്പുറം. ഒരു കേന്ദ്രമന്ത്രി പറയണേ ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചിട്ടും ഈ മറ്റേ കേരള സ്റ്റോറി 2 കുറിച്ചിട്ടൊക്കെ മറ്റേ ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോ പറയണേ ഇതിലൊക്കെ ഹമാസിന് നല്ല പങ്കുണ്ട്, ഹമാസാണ് ഇത് ചെയ്യുന്നത്. എന്താണ് ഹമാസ് എന്ന് പോലും ഇയാൾക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇയാളെ വിചാരം ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തു കൂടിയും പോയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കണ മുസ്ലിമിൽ പെട്ട എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായി, എളുപ്പം കയറിയിട്ട് ഓൾറെഡി മൂപ്പർക്ക് ഈ ഇസ്രായേൽ വിഷയത്തിൽ അറിയാലോ, ഹമാസ് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ ഓല എന്തൊക്കെയാണ് ഓല വണ്ടക്കണ്ട് ഇടാച്ചിട്ട് മൂപ്പര് പറഞ്ഞതാ. അപ്പൊ അത് ഹമാസാണ് ഈ ലവ് ജിഹാദ് ഈ ഇന്ത്യയിൽ കൊടുക്കുന്നതും അവരാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇയാളെ വിചാരം ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവുള്ള സാധനമാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ഹമാസരങ്ങാനും ഇത് അറിഞ്ഞാണ്ടല്ലോ ആ കിടങ്ങാറാവുക ഒറ്റക്ക്. അതും ഒരു BJP-യുടെ മറ്റേ കേന്ദ്രമന്ത്രിയും കൂടി പറഞ്ഞു എന്നറിഞ്ഞാൽ പോലെ ആകെ എന്താ പറയാ, അതിനെ പിന്നെ എടുക്കാണ്ടാവൂല. അങ്ങനെ അങ്ങോട്ട് മാനം കിടും. ഇവർക്ക് ആകെ അറിയണ എന്താ അറിയോ? ഒരു മൈക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് നടക്കും. ജയ് ശ്രീറാം ജയ് ശ്രീറാം അപ്പൊ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിലോ ഉട്ടവണ്ടി പാകിസ്ഥാനിക്ക് രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല മുദ്ര വെത്തും. ഇന്ന ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ എന്താ ചെയ്തിക്കണോ ചോദിച്ചാൽ അപ്പൊ ഒരു ഇങ്ങനെ ആട്ടും. ഒന്നോട്ട് ചെയ്യാനും ഇല്ല, ഒന്നോട്ട് ചെയ്തിട്ടുമില്ല. ഇന്നാലോ ഇവരെ കൊണ്ട് കഴിയണതിന് ഒന്നും പോലും മിസ് ചെയ്യൂല. ഇതുപോലുള്ള വർഗീയത എന്ത് നാറിയ രാഷ്ട്രീയ കളിയും ഒക്കെ ഒരു ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. സംഭവം നല്ല ഒരു രസമാണ്. അതെന്താണ് വിഷയം ഞാൻ എന്താന്നുള്ളത് പറയാം. ഇതൊന്ന് കണ്ടു നോക്കിയത്.
रसूलुल्लाह नहीं जानते? बस हम नहीं जानते। वंदे मातरम नहीं, हम नहीं जानते सर। ये जानने वालों के लिए तो पाकिस्तान बना था। അതായത് വന്ദേ മാതരം പറയാൻ പറഞ്ഞിട്ട് മൈക്കേണ്ടി ചെന്നതാ. അതിൽ ഇയാൾ എടുത്തേക്ക് പറഞ്ഞു ലാഹിലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാന്ന്. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വന്ദേ മാതരം പറഞ്ഞുകൂടെന്ന്. ഇല്ലല്ല ഞാൻ പറയില്ല, പോ അവിടുന്ന് പറഞ്ഞു. അയാൾ വീണ്ടും ഓള് തർക്കിച്ചും കൊണ്ട് നിൽക്കുക. അതാ പാകിസ്ഥാനിക്ക് പോയിക്കോളാം, അജ്ജാണ് പോയിക്കോന്ന്. എന്നോട് പറയണ്ടാന്ന്. ഇതാ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാ എന്തിനാ എന്നെ തൊട്ടെന്നാ ചോദിച്ചത്. അതായത് ഓൾക്ക് ഉത്തരം മുട്ടി, മനസ്സിലായോ? നിങ്ങൾ ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മറ്റേ എന്താ പറയാ മതങ്ങളെങ്ങനെ പറഞ്ഞിടുക എന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു പോ ഇജ്ജ് പൊയ്ക്കോ പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നെ തൊട്ടു? ഇപ്പൊ ഓളെ തൊട്ടതാ വിഷയം. ഇതാ ജിന്റെ മടിയിൽ കയറി വന്നിരുന്നിട്ട് ജിന്നോട് പറയണത് എന്താ? അപ്പൊ നിങ്ങൾക്ക് ഖുറാന്റെ മാത്രമേ അറിയുള്ളൂ, ഇതൊന്നും പറ്റൂല വെച്ചിട്ടാ ഓള് തർക്കിച്ചത്. അള്ളാഹു അക്ബർ ബോലിനെ കിസ്നെ കാണുന്നത്, അതായത് ആരാണ് എന്നോട് ഇവിടെ അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞതെന്ന് ഇവള് നേരെ പോയിട്ട് അടുത്ത ആളുകളോട് പറഞ്ഞിക്കുക. അയാൾ എന്നോട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പൊ ആരെ പറയാൻ പറഞ്ഞതെന്ന് ആ വയസ്സായ ആള് ചോദിക്കുകയാണ്. ഇതാ അങ്കിൾ ഓൾ ഒരു വിധത്തിൽ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുന്നതാ നല്ലൊരു വർഗീയത. ഓള് പറയണ ഇന്നോട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് ആ അങ്കിള്. ആ അങ്കിള് പറയാൻ പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന്. അപ്പൊ ഇയാള് ചോദിക്കുക ആരാ എന്നോട് പറഞ്ഞത്? ദാ അങ്കിളേന്ന്. അപ്പൊ അയാള് പറയാ ഇത് സഞ്ജയ് ഗുപ്തയാണ്. അയാൾ എന്തായാലും എന്നോട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറയില്ലെന്ന്. അപ്പൊ അയാൾ ആ നിർത്തണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഹിന്ദുവിനെ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കിയ ഓളാണ്. പിന്നെ പബ്ബലിക്ക് നമ്മള് ബീഫ് അണ്ണാക്കിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവലെ നിലനിൽപ്പ് ഇതാണ്. രാവിലെ കുറ്റിയും പറിച്ചിട്ട് എവിടൊക്കെ എന്തൊക്കെ വർഗീയത ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വൈകുന്നേരം കുടിക്ക് കയറി ചെല്ലുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉറക്കം അങ്ങോട്ട് വരൂല. അതന്നെ വളിയാണ് പോയി. അതാണ് അവളെ അവസ്ഥ. ഒരു മെനക്ക് ഇങ്ങോട്ട് കൊടുന്നതാണ്. ഇവറ്റൊക്കെ ഒന്നും നേരം വെളുക്കൂല. ഇവറ്റിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഇങ്ങനെ ഒരു ജനസ്. അപ്പൊ സുരേഷ് ഗോപി സിനിമയിലാകുന്ന സമയത്ത് ആ ലേലത്തിലെ സുരേഷ് ഗോപിനി ഇന്ന് ജീവിക്കുന്ന സുരേഷ് ഗോപിനി ഒന്ന് ജസ്റ്റ് ഇമേജ് ചെയ്തോക്കാം. നിങ്ങളെ കൊണ്ട് കൂട്ടിയെ കൂടുവോ? ഇല്ല. അതാണ് ഈ പാർട്ടിയുടെ ഗുണം. ഇതിക്കണ് വന്നാ കഴിഞ്ഞു, പിന്നെ ഓല്ല. പിന്നെ എന്ത് പറഞ്ഞാലും സുഡാപ്പി മുസ്ലിം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമുദായത്തിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഇവര് നടക്കുന്നത്. ഇവരെ കൊണ്ട് എന്തെങ്കിലും കഴിയോ? ഒന്നും കഴിയൂല. ഈ കുരക്കും പട്ടി കടിക്കുക അറിയില്ലേ, അതിങ്ങനെ സംഖ്യകൾ കുറച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു അന്ത്യം ഉണ്ടാവൂല. ഇപ്പോ മറ്റേ അഖിൽ മാരാറ് BJP പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഖ്യകള്, ഭയങ്കര എന്താ പറയുക നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെയാ പറയുന്നത്. അഖിൽ മാരാറിന്റെ നിലപാട് എന്താന്ന് നമുക്ക് ശരിക്കും അറിയുന്ന കാര്യല്ലേ. ബിഗ് ബോസ് എന്ന് പറയുന്ന നാറിയ പരിപാടിയിലേക്ക് ഞാൻ പോകൂല. അങ്ങനെ ചെരുപ്പൂരി എന്നെ അടിച്ചോന്ന് പറഞ്ഞ ആളാ. ഓൻ അവിടെ പോയി ഇതെങ്ങനെ ഇരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ നമ്മളത് ചോദിക്കുമ്പോ കേൾക്കാത്ത മാതിരി നടന്നു. എനിക്ക് അതൊക്കെ ഞാൻ അങ്ങനെ അപ്പോഴത്തെ ഇതില് പറഞ്ഞതാണ്. അങ്ങനെ ഇത്രയും കാലം അവൻ പറഞ്ഞിരുന്ന കോൺഗ്രസിന്റെ മറ്റേ VD സതീശന്റെയും മറ്റുള്ളവരുടെയും പിന്നാലെ പോയി ഇരുന്നിട്ട് പറഞ്ഞു എന്ത് സംഖ്യകളാണ് അവര് വെറും മതം വെച്ചിട്ടാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയമല്ല, അവർക്ക് മതമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആള് കോൺഗ്രസും കൈയൊഴിഞ്ഞു. പിണറായി സർക്കാർ എന്തായാലും ഇവനെ അടുപ്പിക്കൂല. ഒന്നത് അങ്ങനെ കോൺഗ്രസ് പോയി തൂങ്ങുന്നത്. കോൺഗ്രസിൽ കുറച്ചേരൊക്കെ ഒന്ന് പിടിച്ചു നിന്ന് നോക്കി. അവസാനം അവർക്ക് മനസ്സിലായി ഇവനെ നമ്പാൻ പറ്റൂലെന്ന്. വിട്ട വണ്ടിയായിരുന്നു നേരെ BJPക്ക്. ഇപ്പൊ അവൻ പറയുന്നത് എന്താ വെച്ചിട്ടാ BJPനെ തെറ്റിദ്ധരിക്കുകയാണ് എല്ലാവരും. പണ്ട് ജനൻ TVയിൽ ഇരുന്നിട്ട് ഭയങ്കര ഹീറോ ആയിരുന്നു. അന്നൊക്കെ ഭയങ്കര വാദമായിരുന്നു. വാ തോരാതെ എന്താ പറയാ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ഉത്തരവ് കൊടുത്തിരുന്നു. അത്രക്ക് ബ്രില്യന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ഗതികേടൊക്കെ വെറും 0 ആണ്. അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. കേരളത്തിൽ നിന്ന് BJPക്ക് പോയ പോലൊക്കെ വെറും 0 ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ. അതിനപ്പുറത്തേക്ക് ഈ അഖിലും വരും.
അതുകൊണ്ട് അഖിലും സംഖ്യയായി സംഖ്യക്ക് പോയി എന്നൊന്നും പറഞ്ഞിട്ട് ആരും കടിച്ചു തൂങ്ങണ്ട. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടോളുണ്ടോ. മീൻ മുട്ടോളം ചാടിയ അത് ചട്ടി വരെയെന്നറിയില്ലേ, അത്രേ ഉള്ളൂ ഇപ്പം എൻ്റെയൊക്കെ കാര്യം. അപ്പോൾ എല്ലാ സംഖ്യകളും തുടങ്ങിക്കോ, തെറിയങ്ങോട്ട് തുടങ്ങിക്കോ. നിങ്ങളെ കൊണ്ട് അതിനല്ലേ കഴിച്ചുള്ളൂ. അതങ്ങോട്ട് നടക്കട്ടെ.